ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടോ അനു, ഒരു ദിവസം താൻ ഇവിടെ വരാതിരുന്നപ്പോഴാണ് മനസ്സിലായത് വർക്കിൽ താൻ എത്ര സിൻസിയർ ആണെന്ന്. അതെന്താ സർ? ഇന്നലെ ഞങ്ങളെ ആരും ഇവിടെ നിലത്ത് നിർത്തിയിട്ടില്ല നമ്മുടെ ബോസ്. വട്ടായി പോയനെ. അതെവിടെ ഇതെവിടെ അതെവിടെ ഇതെവിടെ അനു എവിടെയെന്ന് ചോദിക്കും. പിന്നെ അതെവിടെ ഇതെവിടെ അതെവിടെ ഇതെവിടെ അനു എവിടെയെന്ന് ചോദിക്കും. പിന്നെ അതെവിടെ അനു എവിടെയെന്ന് ചോദിക്കും അല്ലേ? തന്റെ മേൽ ബോസ് അത്ര ഡിപ്പെൻഡന്റ് ആയിപ്പോയി. ഈ പോക്ക് പോയി ഇനി എന്റെ പോസ്റ്റ് കൂടെ തട്ടിയെടുത്ത് കളയോ? എന്ത് സെക്രട്ടറി പോസ്റ്റ് കളഞ്ഞിട്ട് ഡ്രൈവർ പോസ്റ്റോ? എടോ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്. ഓഹോ. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ചേട്ടൻ അനുവില്ലാതായാൽ ഓഫീസിന്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. ചേട്ടൻ പോഴ്ത്താന്ന് വെച്ചാൽ ഓസ്കാർ കിട്ടുന്ന പോലെ. ഗുഡ് മോർണിംഗ് സർ. ദിസ് ഇസ് വെരി ബാഡ് അനു. എന്ത് പറ്റി സർ? ഒരു ദിവസം തന്നെ ഓഫീസിൽ വന്നില്ലെങ്കിൽ വർക്ക് നിന്നു പോകണമെന്നാണോ? ഓഫീസിന്റെ കൺട്രോൾ മുഴുവൻ തന്റെ കയ്യിലാ? അല്ല, സൈറ്റ് പ്ലാൻ ചോദിച്ചാൽ അനു മാഡത്തിന് അറിയാമെന്ന് പറയും. കൺസ്ട്രക്ഷൻ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ അതും അനുവിനെ അറിയാവൂന്ന് പറയും. ഒരു കാര്യം ചെയ്യും, സർക്കസിലെ പോലെ വൺ മാൻ ഷോ കാണിക്ക്. ബാക്കിയുള്ളവരുടെ ശമ്പളം കൂടി തനിക്ക് വാങ്ങിക്കാമല്ലോ. എന്താ പറയാ, നെറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലും അനു തന്നെ വേണം, മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിലും അനു തന്നെ വേണം. ഇനി മുതൽ ഈ ഓഫീസിൽ അവരവരുടെ നെറ്റ് അവരവർ ഓപ്പൺ ചെയ്തോണം, അവരവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്തോണം. തന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാലോ, എന്നെ ഫോളോ ചെയ്യാം, മറ്റുള്ളവരെ ഫോളോ ചെയ്യലല്ല. ഗോ ഗോ ടു യുവർ വർക്ക്. ഐ ആം സോറി സർ. ഗോ. ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതും കുറ്റമായി. അനു, ഈ അക്കൗണ്ട് ടാലി ആവുന്നില്ല, ഒന്ന് നോക്കാമോ? പറ്റില്ല. ഇനി മുതൽ അവരവർ തന്നെ നെറ്റ് ഓപ്പൺ ചെയ്തോണം, അവരവർ തന്നെ മൗസും പിടിച്ചോണം. എല്ലാരും ചേട്ടാ, അനു ആകെ ടെൻഷനിലാണല്ലോ. ചേട്ടൻ വല്ലതും പറഞ്ഞായിരുന്നു? അല്ലാതെ പിന്നെ അവളെ സിംഹാസനത്തിൽ പിടിച്ചെടുത്ത് ഡാൻസ് ചെയ്ത് കാണിക്കണമായിരുന്നോ? എന്റെ അമ്മച്ചി, ഇന്നലെയല്ലേ ചേട്ടൻ പറഞ്ഞു അനു ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന്. എന്നിട്ടിപ്പോ ആ വിവരം നമ്മൾ അറിഞ്ഞാൽ മതി. അവൾ അറിഞ്ഞാൽ തലേ കയറി നിരങ്ങാൻ തുടങ്ങും. ഇത്ര നാൾ നീ എന്നോട് നടന്നിട്ട് ബിസിനസിനെ കുറിച്ച് എന്തേലും പഠിച്ചോടാ? എന്റെ ചേട്ടായി, ചെറുപ്പത്തിൽ ഞാൻ അറിയാതെ ചേട്ടാന്ന് വിളിച്ചെങ്കിലും ഇപ്പൊ അറിഞ്ഞോണ്ട് വിളിക്ക. നീ തന്നെടാ എന്റെ വല്യേട്ടൻ. മോളെ, ഇവിടെ അനുരാധ എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ശരി മോളെ, കളിച്ചു. ഏയ്, ആരാത്? ആരാണ് നിങ്ങൾ? നീ ശിവദാസനല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? എല്ലാം സ്വയം നഷ്ടപ്പെടുത്തിയവനാണ് സാർ ഞാനെന്തൊരു മഹാരോഗിയുമാണ്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് കണ്ടാൽ മാത്രം മതി. നീ നിന്റെ മോളെ കാണാൻ വരുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അന്ന് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് നീ ജീവിതകാലം മുഴുവൻ കരയണം. ഇന്ന് നിന്റെ മോളുടെ പൊസിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? GK കൺസ്ട്രക്ഷനിൽ 50,000 രൂപ ശമ്പളത്തിൽ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. അവളെ വളർത്തി വലുതാക്കിയ ഈ അനാഥാലയത്തിന് അവളുടെ മുഴുവൻ ശമ്പളവും ഡൊണേഷനായി തരികയാണ്. അവൾ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. സാർ, ഞാൻ ദൂരെ നിന്നെങ്കിലും അവളെ ഒന്ന് കണ്ടോട്ടെ. നിന്റെ രക്തത്തിൽ പിറന്നെങ്കിലും നിന്നെപ്പോലെ അല്ലവൾ. അവൾ നിന്നെ സ്നേഹത്തോടെ നോക്കും. നിന്റെ അമ്മയുടെ പേരിട്ടതുകൊണ്ട് അമ്മയെ പോലെ സ്നേഹിക്കും. ചെന്ന് കാണാം. യു ബെറ്റർ ചേഞ്ച് ദാറ്റ്. അനു, നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. എന്റെ അച്ഛനോ? ശിവദാസൻ എന്ന പേര് പറഞ്ഞ് ഓർഫനേജിൽ ചെന്നപ്പോൾ ഇവിടെയുള്ള കാര്യം അറിഞ്ഞെന്ന്. എന്റെ അച്ഛൻ എന്നിട്ട് എവിടെ? എന്റെ ക്യാബിനിൽ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. എന്റെ അനു വന്നില്ലേ മോളെ? എന്റെ മോളാണോ? ഞാൻ എന്നെ പരിചയപ്പെടുത്തേണ്ട അവസ്ഥ വരുത്തിയല്ലോ. എന്നെ എന്തിനായിരുന്നു അനാഥയാക്കിയത്? ഇത്രയും നാൾ എവിടെയായിരുന്നു? എന്താ എന്നെ ഒന്ന് കാണാൻ വരാഞ്ഞ്? എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇതൊന്നും വേണ്ടത്. നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലുള്ള യോഗ്യത നിനക്ക് ജന്മം തന്ന ഈ അച്ഛനില്ല മോളെ. ഇപ്പോ അതേക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എന്താ കാര്യം? അന്നോർത്തില്ലല്ലോ. അമ്മ എന്നെ പോലെ ആയിരുന്നു അച്ഛ. അതേ മോളെ, നിന്നെപ്പോലെ തന്നെ ഐശ്വര്യവതിയായിരുന്നു അവളും. എല്ലാം ഞാൻ അനുഭവിക്കണ്ടോനാ. 3 ദിവസമായി വല്ലതും കഴിച്ചിട്ട്.
പോയി വയറ് നിറച്ച് വല്ലതും വാങ്ങി കഴിക്ക്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും എന്നെ ഓർക്കുകയാണെങ്കിൽ അപ്പൊ വന്നാ മതി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ അച്ഛന്റെ ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും കണ്ടില്ലല്ലോ. ഇനിയുള്ള കാലമെങ്കിലും ഞാൻ ഇപ്പൊ എനിക്കൊരു അച്ഛന്റെ ആവശ്യമില്ല. എനിക്ക് നിന്നെ വേണം മോളെ. നിങ്ങൾക്ക് ആവശ്യം പണമായിരുന്നില്ലേ? മകളെ അല്ലല്ലോ. ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞപ്പോ അതിനുപേക്ഷിച്ചതല്ലേ? ആ കുഞ്ഞിപ്പ് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയേക്ക് നിങ്ങൾക്ക് പോവാം. ആ പകലും തനിക്ക് ആകാശത്ത് നക്ഷത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? തന്റെ ഈ കണ്ണുകളിലും അതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോറി സർ, ഞാൻ അപ്സെറ്റ് ആയി. ആകാശത്ത് നോക്കിയാലൊന്നും ടെൻഷൻ മാറില്ല. തന്റെ ഈ ടെൻഷൻ മാറി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട സർ, ഞാൻ നോർമലാ. വർക്കിൽ ശ്രദ്ധിച്ചോളാം. വർക്ക് ശരിയായെന്ന് മാത്രം നോക്കുന്ന ഒരു ബോസ് അല്ല ഞാൻ. അനു, തന്റെ മൂഡും മൈൻഡും എങ്ങനെ മാറുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. ഞാൻ തന്റെ ബോസ് മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടും കൂടിയാ. എന്നാൽ താൻ നല്ലൊരു സെക്രട്ടറി അല്ല അനു. മലേഷ്യയിലേക്ക് എനിക്ക് മാത്രം ഒരു ടിക്കറ്റ് താൻ ബുക്ക് ചെയ്തതിന്റെ കാര്യം എന്താ? അത് സാർ ഒന്നും പറഞ്ഞില്ല. ആഹാ, അത് പറയണോ? മലേഷ്യയിലായാലും ഇന്ത്യയിലായാലും എന്നെ നോക്കേണ്ട ബാധ്യത തനിക്കുള്ളതല്ലേ? സെക്രട്ടറി എന്നാൽ ബോസിന്റെ നിഴല. ഞാൻ എവിടെ പോകുന്നു താനും കൂടെ ഉണ്ടാവണം. കമോൺ, ഫോളോ മീ. ബോസ്, ഐ ലവ് യു. ഐ ലവ് യു. താങ്ക് യു. വെൽക്കം. കം കം. ഹലോ, എക്സ്ക്യൂസ് മീ. ഇത് ഞങ്ങളുടെ സീറ്റാ. എല്ലാവർക്കും മുമ്പേ വന്ന് കർച്ചീഫ് ഇട്ടത് ഞാനാ. ഇത് എന്റെ സീറ്റാ. കർച്ചീഫോ? എവിടെ തന്റെ ബോർഡിംഗ് പാസ്? ഒന്ന് കാണട്ടെ. അത് ഞാൻ കണ്ടക്ടറെ കാണിച്ചിട്ടാ വന്നിരിക്കുന്നത്. കണ്ടക്ടറോ? മിസ്റ്റർ, ഇത് സിറ്റി ബസ് അല്ല, എയർ ബസ്സാ. ഏത് ബസ്സായാലും ഇതും ബസ്സല്ലേ? ഇവിടെ ഇത്രയും സീറ്റ് കാലിയുള്ളപ്പോ എന്റെ സീറ്റ് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? അവിടെ എങ്ങനെ പോയിരിക്കേ. മനുഷ്യനെ മെനക്കെടുത്താൻ കയറി വന്നോളും. Excuse me. Happy birthday to you. Ladies and gentlemen, welcome to flight number 198 to Kuala Lumpur. Please fasten seatbelts. Sir, please have your seatbelt. സർ, ഈ പെണ്ണ് എന്താണെന്ന് പറയുന്നത്? ബെൽറ്റ് ഇടാനാ പറഞ്ഞത്. ബെൽറ്റ് ഇട്ടിട്ടുണ്ട് മോളെ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടോണ്ടാ വന്നത്. സാർ, ദേ നോക്കേ, മനുഷ്യരൊക്കെ ഉറുമ്പിന്റെ അത്രേ ഉള്ളൂ. അത് ഉറുമ്പ് തന്നെയാ. ഫ്ലൈറ്റ് മൂവ് ആയിട്ടില്ല. എന്ത് പറഞ്ഞാലും ഫ്ലൈറ്റിൽ കയറാൻ ഒരു ഭാഗ്യമൊക്കെ വേണമല്ലേ സർ? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിലും ഭാഗ്യം വേണം. നിങ്ങൾക്ക് കോമഡി സെൻസ് അല്പം കൂടുതലാ. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലാത്ത പോലെ. Ladies and gentlemen, Captain switched the seatbelt sign on. Please return back to നിങ്ങൾ seats. മലേഷ്യയിലേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാ? അതെ സർ, ചെറുപ്പത്തിലെ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. മലേഷ്യ സെറ്റിലായി എന്ന് ഈയിടയ്ക്കാ വിളിച്ചു പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം സർ, എന്നെയും ചേട്ടനെയും കൂടി ഒരുമിച്ച് കണ്ടാൽ ഒറ്റ അച്ചിലെ വാർത്ത പോലെയാ. ടിൻസ് ആണെന്നാ. എന്താ പേടിച്ചു പോയോ? നോ, അഭയൻ, ഒന്നിനെയും ഭയമില്ലാത്തവൻ. ഓ, എന്താ സാർ ഇങ്ങനെ കുലുങ്ങുന്നത്? അറിയില്ല, ചോദിച്ചിട്ട് വരാം.
സാർ ടയർ പഞ്ചറായതാ. ചുമ്മാതിരിക്കും സാറേ, നമ്മൾ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ടയർ പിന്നെ എങ്ങനെ പഞ്ചറാകാനാ? ചേട്ടാ, പറക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ടിലൂടെ കുറച്ച് ഓടിയില്ലേ, അത് 3 ചെറിയ ടയറുള്ളതുകൊണ്ടാ ആ ടയറാ പഞ്ചറായത്. ഓഹോ, നമ്മൾ ആകാശത്തെത്തിയല്ലോ, ഇനി എന്താ പേടിക്കാനാ സാർ? പക്ഷെ മലേഷ്യ ചെന്ന് ഇറങ്ങണേലും ആ ടയറില്ലാതെ പറ്റില്ലല്ലോ. പ്ലെയിൻ ലാൻഡ് ആവുമ്പോ മട്ടാഷ്. Captain crew, please return to your seats for landing. Thank you. Ladies and gentlemen, within a few minutes we'll be landing at Kuala Lumpur's International Airport. Outside temperature is 30 degrees and the local time here is 30 minutes past 10. We thank you very much for choosing our airline. നാരായണ 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 നാരായണ. കമണനു, ഒന്നിനെയും ഭയപ്പെടാത്ത അഭയൻ. ഹലോ. അനു, റിട്ടേൺ ടിക്കറ്റ് കൺഫേം ചെയ്യണം. Yes, sir. വാ. ഹായ്. 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 Are you waiting for Mr. GK? Yes. So you are the coordinator for our trip Oh, in no. Malaysia. Okay, you just note down our program schedule for the coming week. Boss is very strict. ഇപ്പോൾ 8 o'clock കഴിഞ്ഞു. 10 o'clockന് KLCC കമ്പനിയുമായി മീറ്റിംഗ്. ഷാർപ്പ് 9:30ക്ക് വെഹിക്കിൾ റെഡി ആയിരിക്കണം. ഓക്കെ? ബോസിന് ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഓക്കെ? നെക്സ്റ്റ് ബോസിന്റെ ഫുഡ്. കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ്, ഇന്ത്യൻ ലഞ്ച് ആൻഡ് ചൈനീസ് ഡിന്നർ. എല്ലാം നന്നായിരിക്കണം. ഓക്കെ? ഓക്കെ മാഡം, നിങ്ങൾ ആരാണെന്ന്? ഞാൻ GK സാറിന്റെ പേഴ്സണൽ ഓ, സെക്രട്ടറി. പേഴ്സണൽ സെക്രട്ടറി. അക്കോമഡേഷൻ ഏത് ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ. വാട്ട്? ഹായ് അങ്കിൾ. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലേ? നോ നോ നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സുഖമാണ് ആന്റി? സുഖം. നിനക്കോ? ഫൈൻ. അനുരാധ, പേഴ്സണൽ ആ, സെക്രട്ടറി. ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നു കഴിഞ്ഞു. സോറി അങ്കിൾ. നോ നോ, ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ബോസിന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തേക്കാം മാഡം. കമോൺ കമോൺ. പുതിയ കാർ ഏതാ? ബട്ട് ലേറ്റസ്റ്റ്. ഗുഡ്. നോ പ്രോബ്ലം. അറിയാതല്ലേ, സാരില്ല. Again.